ഗൈസ് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഞാൻ ഇപ്പൊ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുകയും ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കി ഭയങ്കര സപ്പോർട്ട് ഫുൾ മില്യണൊക്കെ അടിച്ചിട്ട് ആകെ ഇനി വേണമെങ്കിൽ അത് നമ്മൾ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന ഒരു പാർട്ടി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വേണമെങ്കിൽ അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുക. അതേമാതിരി നമുക്ക് കേരളത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയില്ല, OJP. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മതിട്ട്. എനിക്ക് എന്താ സംഭവം എല്ലാവരും കമന്റിൽ പറയണം, എന്താ സംഭവം, എങ്ങനെ പ്ലാനിങ് ഒക്കെ. അല്ലാതെ മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. എങ്ങനെ വെച്ചാൽ OK ജനതാ പാർട്ടി. ഞാൻ ആദ്യം AJP ഒക്കെ അയച്ചു. അപ്പൊ എല്ലാവരും വിചാരിക്കും അല്ല അലിൻ ജോസ് പെരേരന്റെ ഷോർട്ട് ഫോം ആയി അയച്ചിട്ട് തള്ളിക്കറി. നമ്മളത് OJP OK ജനതാ പാർട്ടി. ഇതെന്താ വെച്ചാൽ ഈ പാർട്ടി സത്യം പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ OJP ഉണ്ടാക്കി, ഫൗണ്ടർ ഉണ്ടാക്കണം കേട്ടോ. പ്രസിഡന്റ് സെക്രട്ടറി ആര് എന്തൊക്കെ ഫൗണ്ടർ. എനിക്ക് എന്താ വെച്ചാൽ എനിക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ നമ്മൾ കുറച്ചു കാലം ഞാൻ മരിച്ചാലും ഇന്നങ്ങനെ ആൾക്കാർ ഓർക്കണം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളെ ഈ ചെഗ്വര മൂടൊക്കെ അല്ലേ, ഈ CPM-കാർക്ക് ചെഗ്വര എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനമല്ലേ, ക്യൂബ കീഴടക്കി ബൊളീവിയ കീഴടക്കുമ്പോൾ ആൾക്കാർ പൊക്കിയെങ്കിൽ ആളെ മനസ്സിൽ ചെഗ്വരുണ്ട്. അതേമാതിരി എനിക്ക് എല്ലാവരും മനസ്സിലും ഇങ്ങനെ ആ ഒരു സാധനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ബോധ്യണ്ടാ. അപ്പൊ OJP-ന്റെ ഫൗണ്ടർ ഞാനും ബാക്കി എന്താ ചങ്ങളാക്കി കൊടുത്തിട്ട് നമുക്ക് എന്താ പ്ലാൻ. നമ്മളെ പ്ലാനിങ് കുറച്ച് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നമ്മളെ പ്ലാനിങ് നമ്മളിപ്പോ ഈ OJP-ന്റെ നമ്മൾ കമ്പനി രജിസ്റ്റർ ഇപ്പൊ അതേമാതിരി നമ്മൾ പെർഫ്യൂമിന്റെ ബ്രാൻഡ് തുടങ്ങി കമ്പനി രജിസ്റ്റർ ചെയ്തു. OK ബിൽഡ് അതേമാതിരി ഇതും രജിസ്റ്റർ ചെയ്യുക. പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ആൾക്കാർ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആക്കുക. നമ്മളതായിട്ടുള്ള ന്യായങ്ങൾ. നമ്മൾക്ക് വലിയ ന്യായങ്ങളൊന്നും വേണ്ട. കുറെ മന്തി തിന്നാ, ഫുഡ് അടിക്കുക, തിന്നാ തൂർ, അതൊക്കെ മതി. അതൊക്കെ വിട്. നമുക്ക് എന്നിട്ട് എന്താ ചെയ്യാം, ഇലക്ഷന് നമ്മൾ മത്സരിക്കുക. നമുക്ക് ഇത്ര സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് LDF ആണോ ഭരിക്കുന്നത് UDF ആണോ ഭരിക്കുന്നത്, ഓൾക്ക് നമ്മൾ ഇത്ര കോടിക്ക് വെക്കുക. എന്നിട്ട് ആ കോടി ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മളെ സംഘടന OJP-യിലുള്ള എല്ലാവർക്കും വീതിക്കുക. അപ്പൊ എല്ലാവരും റിച്ച് മൈൻഡ് സെറ്റ് എങ്ങനെയുണ്ട് അതേമാതിരി നമുക്കൊരു OJP തുടങ്ങിയാലോ. ആദ്യം ഞാൻ അനാശ് ജനതാ പാർട്ടി, അത് പിന്നെ എന്താ വെച്ചാൽ അനാശ ഞാൻ വലിയ മമ്മൂട്ടിയായിരിക്കും. അപ്പൊ ഒരു പേരുമൊക്കെയായി. പിന്നെ അതേമാതിരി AJP അലിൻ ജോസ് പെരേര അതിന്റെ മുകളിലുണ്ട്. നമുക്ക് പിന്നെ അത് പറ്റൂല. നമുക്ക് OJP ജനതാ പാർട്ടി ആരെങ്കിലും റെഡി ആയാലും പറയട്ടെ. നല്ല കിട്ടില്ല ആൾക്കാരെ വേണം. ഭയങ്കര നമുക്ക് ഇങ്ങോട്ട് കേരളം നിങ്ങൾ ആലോചിക്കണേ, ഈ കോൺഗ്രസ് BJP ഇതൊക്കെ ആം ആദ്മി പാർട്ടി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ തുടങ്ങണല്ലേ. അതേമാതിരി നമുക്ക് എന്താ പാർട്ടി തുടങ്ങിയാലേ നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ബുദ്ധിയില്ല. ഞാനേ ഇപ്പൊ ചെഗ്വാന്റെ മാതിരി ഇങ്ങനെ കീഴടക്കുക ജീവിതം സമർപ്പിച്ചുള്ള കളികളൊന്നും വേണ്ട. വേണമെങ്കിൽ ഇതേമാതിരി തൊള്ളോണ്ടുള്ള നമ്മള് വേറെ പാർട്ടിക്കാരെ ട്രോള് അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. പക്ഷെ ട്രോളലും ഇപ്പൊ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ അഖിൽമാരാറിനെ ട്രോൾ ചെയ്തിട്ട് തന്നെ അക്കൗണ്ട് പോക്കുക അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടേനി. പക്ഷെ അത് സാരില്ല, നമ്മള് ഇപ്പൊ ഒരു പാർട്ടി ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് നിലപാടെടുക്കും. മനസ്സിലായോ? അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ കമന്റ് ഇടുക. നമുക്ക് OJP തുടങ്ങിയാലോ.